ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവിടുത്തെ തീറ്റയും കുടിയും അതാണ് കേട്ടോ മെയിനായിട്ട്. ഇപ്പോൾ രാവിലെ അവർക്ക് കൊണ്ടിട്ടൊരു 7:30 ആയി കേട്ടോ. പനിയുമായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ക്ഷീണമൊന്നും മാറുന്നേ ഇല്ല. സാധാ പനിയായിരുന്നു കേട്ടോ, വൈറൽ ഫീവർ ആയിരുന്നു. അപ്പോൾ ഞാൻ മഞ്ഞപ്പൂവിൻ്റെ ഭംഗിയൊക്കെ നോക്കി കുറച്ച് സമയം നിന്നു. പല്ല് തേക്കാനായിട്ട് വന്നപ്പോൾ എടുത്ത് വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ കുടിച്ചു. ആ ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറുന്നില്ല. അതുകൊണ്ട് രാവിലത്തെ പണിയൊക്കെ അമ്മയാണ് ചെയ്തത്, ഉച്ച മുതലുള്ളത് ഞാനും. അങ്ങനെ ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ രാവിലെ കുടിക്കാറ് പതിവ്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിട്ട് പോയപ്പോഴത്തേക്കും അമ്മ സാമ്പാറിന് കടുക് വറുക്കുന്നുണ്ട്. അപ്പോൾ പൊന്നാരക്കുട്ടിക്കും വിശക്കുന്നപ്പോൾ ഞാനും മോളും കൂടെ ഇഡലിയും കൂട്ടി കഴിച്ചു. ഞാൻ ഒരു ഇഡലിയേ കഴിച്ചുള്ളൂ കേട്ടോ, കാരണം എനിക്ക് തീരെ വിശപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം പുന്നാര പറഞ്ഞു, അമ്മ ഇന്ന് എനിക്ക് ചോറ് വേണ്ട, പുലാവ് മതി. ആൾക്ക് പുലാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ രാവിലത്തെ പച്ചക്കറിയൊക്കെ അമ്മ എടുത്ത് സാമ്പാറാക്കി. പിന്നെ പുലാവിൽ എല്ലാ പച്ചക്കറി ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചക്കറി കൊണ്ടുവന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതേ മാതളം പൂത്ത് വയ്ക്കുന്നുണ്ട്. ചെറിയൊരു തയ്യാണ് കേട്ടോ, അതിൽ പക്ഷേ പൂത്ത് വയ്ക്കുന്നുണ്ട്. ഇനി മഴയത്ത് കൊഴിഞ്ഞോ എന്നറിയത്തില്ല. ഇല്ല എങ്കിൽ ഞാൻ വീഡിയോസായിട്ട് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഒരു വലിയ മീൻ അനിയൻ വാങ്ങി വെച്ചേക്കുന്നത്. ആസാം വാള എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ തന്നെ കട്ട് ചെയ്യണം, കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പുലാവ് തട്ടിക്കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരേ അളവിൽ എണ്ണയും നെയ്യും ചേർത്തിട്ട് അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് പൊട്ടിച്ചു. എണ്ണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഒരു സവാള വഴറ്റിയെടുത്തു. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചതിടാം. പിന്നെ കോളിഫ്ലവർ വേണമെങ്കിൽ അത് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ളവർ ചേർക്കാം കേട്ടോ. പക്ഷേ ഇന്നിവിടെ ക്യാരറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രം കൂട്ടി വഴറ്റിയെടുത്തു. ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇത്തിരി കൂടുതലിടണം, കാരണം ചോറിനും കൂടെ വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വഴറ്റണ്ട. ഒരുവിധം വഴണ്ട് വന്ന ഉടനെ തന്നെ നമ്മളതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് തിളച്ച വെള്ളം, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അളവ്. അപ്പോൾ അങ്ങനെ അരിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഉപ്പ് കുറവാൻ തോന്നിയോണ്ട് ഞാൻ ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചു. ഒറ്റ വിസിലാണ് കേട്ടോ, ഒറ്റ വിസിൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പോൾ പുന്നാര കുട്ടിക്ക് ആയതുകൊണ്ട് ഞാൻ 2 വിസിൽ അടുപ്പിച്ചു, കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി വേവുന്ന ചോറ് കഴിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് കുറവായതുകൊണ്ട് പിന്നെയും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തു. 2 വിസിൽ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മീനും ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത മീനമ്മ മീൻകറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുന്നാരക്കുട്ടിക്ക് മീൻ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ കറി വലിയ താല്പര്യമില്ല. മീനും കൂട്ടി ആൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ കയറിയപ്പോഴത്തേക്കും കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇടയ്ക്ക് ഉപ്പിലിട്ടാൽ ഇടയ്ക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നെല്ലിക്ക, ഒരു ഗ്ലാസ് നിറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും എടുത്തു. ഉപ്പിട്ട് പിന്നെ തിളച്ച വെള്ളം തണുപ്പിച്ചിട്ട് അത് ഒഴിച്ച് മാറ്റി വെച്ചു. പിന്നെ പുന്നാരക്കുട്ടിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ്സ് ആളല്ലാതെ കഴിക്കില്ല. ഞാൻ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് നമ്മളൊരു പ്ലം കേക്കിൻ്റെ ഒരു ടെക്സ്ചറിലൊരു കേക്ക് ഉണ്ടാക്കി. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. പക്ഷേ മോള് വേണമെന്ന് വാശി പിടിച്ചില്ല. അത് കഴിക്കാൻ മോൾക്ക് ഇത്തിരി പാടായിരുന്നു. പക്ഷേ കേക്ക് ഇവിടെ ബാക്കി എല്ലാവരും കഴിച്ചു. കേക്ക് പോയ വഴി അറിയില്ല. പിറ്റേ ദിവസത്തേക്ക് 2 പീസ് ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മോള് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. കാരണം പിറ്റേ ദിവസം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈന്തപ്പഴമൊന്നും കഴിക്കാത്ത പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഈസിയാണ്. നമ്മൾ സെയിം നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന സമയമായി. അപ്പോൾ അമ്മ പക്കാവട ഉണ്ടാക്കി. നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ പക്കാവട ഉണ്ടാക്കി അപ്പോഴേ തന്നെ തീറ്റയും തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കട്ടനൊക്കെ ആയിട്ട് പക്കാവടയും കൂട്ടി അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വിശേഷം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ബൈ.